നമ്മളപ്പം ഇന്ന് നടക്കുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ചാലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ചാലഞ്ചിൽ നിന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി തൊട്ട് വീഡിയോ ഇടാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ കാണാതെ പോകും. അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ചാലഞ്ചിൻ്റെ നമ്മളിന്ന് ചാലഞ്ച് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഇതും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരാളെപ്പോലും ഒരു ഹെഡ് ഒരെണ്ണം പോലും ഹെഡടിക്കാതെ മൊത്തം പിടിച്ചടിക്കണം. ഒരു ഹെഡെങ്കിലും കയറിയാൽ അതോടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു ഗൈസ്. അല്ല, യൂട്യൂബ് ചാനലല്ല, ഞാൻ ഫ്രീ ഫയർ ഡിലീറ്റ് ആക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ കളിയിൽ ചാലഞ്ചിനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. ക്ലൈമൊക്കെ ചേട്ടൊക്കെ പിന്നെ ഇതിലെന്തുവാ ടോക്കൺ 4 ടോക്കൺ. ഇത് ഈസിയായിട്ട് കയറുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബുയപ്പാസ് എന്തോ ഇട്ടിട്ടുണ്ട്. ബ്രോ നമുക്ക് എന്തായാലും ലക്കി റോയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പോയി ഇതെടുത്താൽ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കറക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കാണാം ഗൈസ്. റിമോട്ട് അടിച്ചു ഗൈസ്, നമുക്ക് റിമോട്ട് അടിച്ചത് കറക്കിയപ്പോൾ അതെ ഉണ്ടായി. നമുക്ക് ഇതൊരു റിമോട്ടില്ലായിരുന്നു, പിന്നെ റിമോട്ട് അടിച്ചു സെറ്റ് റിമോട്ട് അടിച്ച് റിമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് പുതിയൊരു ക്യാരക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓസ്കാർ. നമുക്ക് 3 ദിവസത്തേക്ക് ട്രയലിങ്ങിനൊക്കെ കിട്ടുമായിരുന്നല്ലോ ഓസ്കാറിനെ. അതെ കണ്ടോ, 7 ദിവസത്തേക്ക് ട്രയലിങ്ങിന് കിട്ടും ഓസ്കാറിനെ. നിങ്ങൾക്ക് എടുക്കണമെന്നുള്ളവരൊക്കെ എടുക്കാം. പിന്നെ അതെ എൻ്റെ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇമോട്ടായിരുന്നു ഗൈസ്. എൻ്റെ പണ്ടത്തെ ആ ലോലി ഇമോട്ടൊക്കെ പോയി ഗൈസ്. എനിക്കിനി ഈ ഇമോട്ടും കൂടെ വേണമെന്നുണ്ട്. കറക്കി കിട്ടുമല്ലോ, എപ്പോഴെങ്കിലും ഒരു വട്ടം കിട്ടും. ദൈവം നമ്മളെ സഹായിച്ചു, പിന്നെ അങ്ങനെ സഹായിച്ചില്ലേ. നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്കൊരു ഫ്ലാഷ് കോഡ് കാര്യങ്ങളൊക്കെ പോവാം. ന്യൂ ആയിട്ട് എന്തോ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ന്യൂ ആയിട്ട് എന്തോ വരുന്നുണ്ടല്ലോ. എന്തുവാ ലോൺ വൂൾഫിൻ്റെ എന്തോ വരുന്നുണ്ട്. ലോൺ വൂൾഫ് അതെന്ത് ലോൺ വൂൾഫ് റാങ്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, ലോൺ വൂൾഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണെങ്കിൽ ഭയങ്കര പാടാണെന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഇപ്പം കുറേ ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതായത് ഇത് കളിച്ച് നോക്കാം. പാസ്പോർട്ടിനകത്താണ് അങ്ങനെ വലിയ ആളുകളൊന്നും എല്ലാം ന്യൂബ് അഡ്രസ് ആയിരിക്കും. എനിക്ക് വിശ്വാസമാക്കി തരാം. ബ്രോ വട്ട ഇതിങ്ങനെ ആദ്യം തന്നെ അല്ല ഗരീനയ്ക്കല്ല എന്താ പറ്റിയ കേസ്. ഗരീനയ്ക്ക് എന്തോ പറ്റി. ഗരീനയ്ക്ക് എന്താ ഇത് ഗരീനയ്ക്ക്? ഞാൻ കുത്തിപ്പിടിച്ചടിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഗരീന ഇങ്ങനെയൊക്കെ ആക്കി താങ്ക്സ് തരും. താങ്ക് യു ഗരീന. വെരി താങ്ക് യു ടു ഗരീന. വെരി താങ്ക് യു. വെരി താങ്ക് യു ഗരീന. മസ്ത കൂടുതൽ നോക്കിട്ടോടാ. ആ കാളെ അങ്ങ് തീർത്തേക്കാം, ആളെ അങ്ങ് ഫിനിഷ് ആക്കാം, കില്ലങ്ങ് ഫിനിഷാക്കാം. ഇവനെ നമ്മൾ ആദ്യം തന്നെ ഒരു കുഞ്ഞാപ്പൂനെ കിക്കടിച്ച് ആ കില്ലെടുക്കണം. ആ കില്ലെങ്കിലും എടുത്ത് അവനെ അടിച്ചങ്ങിട്ടിട്ടുണ്ട്. അവനെ ഒരു 25 കൊടുത്ത് അവൻ അടിച്ചിട്ട് പിന്നെ അവനെ ആ കില്ലങ്ങ് ഫിനിഷാക്കി. പിന്നെ മറ്റവനെ ആ ടീമേറ്റ് പൊക്കി. അതോടെ ഇവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. 2 എമ്മനെ എടാ തീർത്തറാ. അവനെ അങ്ങനെ നോക്കിട്ടറാ ചത്തറാ. ഒരു കുഞ്ഞാപ്പൂനെ നമ്മൾ അടിച്ചിട്ടു. 2 കില്ല് നമ്മൾ എടുത്തായിരുന്നു ആദ്യം തന്നെ. എന്ത് ചോദിക്കുന്നു കാണിക്കുന്നത്? സിഗ്മ ബോയ് പച്ചാവും കേട്ടോ. ഇതെന്താ കളിയാണ് ഇത്? നൂബ് സാൻഡിനെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാൻഡിയുടെ പേര് അടി അത്രേ ഉള്ളൂ. കളിയെടുത്ത് അത്രേ ഉള്ളൂ. ഒരു ഇമോട്ട് ഇടും. എനിക്ക് ഇമോട്ട് ഇടാൻ വേണമെങ്കിൽ എനിക്കൊരു ഇമോട്ട് കിട്ടി ഗൈസ്. അതിൻ്റെ സന്തോഷം. എൻ്റെ ഇമോട്ട് എല്ലാം പോയി.
അത് പണ്ട് എനിക്കുണ്ടായിരുന്നേ, പക്ഷേ എന്താ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താ പോയി, അങ്ങനെ പോയി. അല്ല എനിക്ക് കൊണ്ട് നല്ല കളിയാറുണ്ട്. ഓ അതിൻ്റെ കാര്യമേ അങ്ങ് വിട്ടു പോവുക. ഒരു AWM എടുക്കാം. യെസ് ബ്രോ. ഇതെടുത്ത് ചേച്ചി വേണ്ട, ഞാൻ സിഗ്മ AWM കൊണ്ട് നമ്മൾ ജയിച്ചു. അമരൊക്കെ ഒള്ളി ബോയ് ഷോട്ട് കൊടുക്കത്തുള്ളൂ. അതുപോലെ പ്രോമിസ് ഒരു ഈസം എടുക്കും നമ്മൾ. പക്ഷേ അമര വെച്ച് ഈസെടുക്കാൻ പറ്റില്ല, അമരുടെ ഇതായിരിക്കുന്നത്. എടാ ഇതെങ്ങനെ ഈ ഇങ്ങനെ മുല്ല ഇതാണോ ന്യൂ അപ്ഡേറ്റ് വല്ലതും വന്ന പുതിയ സ്പെഷ്യൽ? ഒരു 200 ചത്ത്. അമ്മയുടെ ടീമേറ്റ് മൊത്തം വരുന്നേ, ടീം ഫുള്ള് വരുന്നേ. അടിച്ചിട്ടു, പറ്റുന്നവരൊക്കെ അടിച്ചിട്ടു. എടാ പോയി കളി പോയി. വന്ന് റിവേ അടിക്കാ. അതിൻ്റെ അടിയെടുത്ത് ഇരിക്കുന്നുണ്ടോ? ഒന്ന് അടിയടാ. ഇതെന്ത് കളി ഇപ്പോൾ പോവേ? ഒന്ന് അടി ഒന്ന് കേറി അടി. എടാ ഒന്ന് അടിയടാ കേറി. അവര് കളി എടുത്ത് കണ്ട ഇങ്ങനെ നോക്കിയിരുന്നു, ഇങ്ങനെ ഇട്ട്. നമുക്ക് എന്തായാലും ഇന്ന് കുത്തിപ്പിടിക്കുന്ന കണ്ടെടുത്താൽ തന്നെ മതി. ഏരോളിയും കൊണ്ട് അടിച്ചു, അതൊക്കെ കറക്റ്റാണ്. ഏരോളിയും കൊണ്ടൊക്കെ അടിച്ചു. പക്ഷെ അമ്മ ഏരോളിയും കൊണ്ട് നടക്കുന്നില്ല. ഫ്ലാഷ് കോൺ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്രോണയാണ്, എന്നാലും പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എത്ര സ്ഥാനത്ത്? നമ്മൾ ഏറ്റവും ലാസ്റ്റോ? അവിടെ ഞാൻ ഒരു ഇല്ല എടുത്തിട്ടുള്ളൂ. ഏസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു പോവും. എടുക്കാറാകുമ്പോൾ ഇവന്മാർ ഏതൊരു കില്ലെടുത്തുണ്ട്. 10 വരെ ഇവന്മാർ കില്ലെടുക്കത്തില്ല. കണ്ട ഇപ്പം തന്നെ അമ്മ കില്ലെടുത്ത്. ഫസ്റ്റ് നോക്കിട്ടെന്ന് തോന്നുന്നു. ഇല്ല അത് ഞാൻ എടുത്ത്. എടാ അവനെ അടിച്ചിടി. എന്തുവാ കാണിച്ചേ? അടി അവനെ കടിച്ചിടി. അവനെ അടിച്ചിടി. എംബി ഫുഡ് പിടിച്ചാ. എടാ കുഞ്ഞാപ്പൂ, സോറി ഗൈസ്, ഞാൻ ചത്തുപോയി. ഇതെന്ത് കളിയായത്? 2 കില്ലായി. ഞാൻ എത്ര സ്ഥാനത്താ? എടാ എനിക്ക് 3ാം സ്ഥാനത്ത്. എടാ എനിക്ക് ഫസ്റ്റ് കയറണം. ആരാ ഫസ്റ്റ്? ഇവനാ ഫസ്റ്റ്. ഇവൻ കളി എടുക്കുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. നല്ല കളിയാണെന്ന് തോന്നുന്നു. ഗ്രോസ് അയച്ച് കളിക്കുന്നത്. എടാ പുറകെ നോക്കിയോ? അവൻ തന്നെ റൈഡ്. ഇവിടെ നല്ലടോ. നമ്മുടെ ഇങ്ങോട്ട് വന്ന് അടിയട ഒന്ന്. അവൻ തന്നെ അടി. പോടാ അങ്ങോട്ട്. കളിക്കറിയാത്തമാതിരി കളിക്കത്തുമില്ല. നമ്മുടെ ടീമേറ്റ്സിനെയും കൂടെ റാങ്ക് മൈനസ് ആക്കാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. ഇതുവരെ ഒരു ഹെഡ് കയറ്റില്ല. ഹെഡ് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വിഷമം ഇല്ല. എനിക്ക് ഇപ്പോൾ എനിക്ക് ഇപ്പം കയറായിരുന്നു. ഇങ്ങനെയാണല്ലോ ഹെഡ്. ഇപ്പം എനിക്കൊരു ഹെഡ് അടിക്കാൻ ഇങ്ങനെ വന്നതാ. എന്നിട്ട് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് വെച്ച്. എനിക്കില്ലായിരുന്നു ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ് കയറ്റി അവനെ കൊല്ലായിരുന്നു. പക്ഷേ ഇതെന്തൊരു കഷ്ടമാണ്. അവന് മൊത്തം ബാക്കടിച്ച് എനിക്ക്. ഞങ്ങൾ ബുയ എടുത്താണ്. ടീമേറ്റ് ഫുള്ളായിട്ട് എന്തായാലും കളിയെടുക്കണം. കൊച്ചെറുക്കനെ കണ്ട്. കൊച്ചെറുക്കൻ നല്ല സീനാണ്. അവിടെ ചത്ത്. അടുത്തോളം ഞാൻ എടുക്കും. കണ്ടോ? അടുത്തോളം ഇവന്മാരെ മൊത്തം ഇട്ട് ഇമോട്ട് അടിക്കും ഞാൻ. ഓരോരോ ടീമേറ്റിനെ നോക്കാക്കുമ്പോൾ ഞാൻ പോയി ഇമോട്ട് അടിക്കും. കണ്ടോ? അവന്മാർ കുറേ എല്ലാവരും നോക്കായി. ഒരുത്തം പോലും അതിൽ അടിക്കുന്നില്ലേ. കളി ഇപ്പോൾ പോവും. കളിയുടെ മര്യാദക്ക് വെളിയിൽ ആരും ഇല്ല. സോണാണത്. അടി അങ്ങനെ തന്നെ. അവിടെ ഇതെന്ത് കാണിക്കുമോ? നീ എന്തുവാ ഭിത്തിയിലൊക്കെ അടിക്കുന്നു? ചത്ത് ബോള എന്ത് കാണിക്കുമായിരുന്നു? ഷോ കാണിക്കുമല്ലേ? സമാനമായില്ലേ? വിജയകുമാരി ഇപ്പം തന്നെ എത്ത്. വിജയകുമാരി. അടി അങ്ങനെ അടി. കളി എടുക്ക്. ഇതെന്ത് കാണിക്കുമോ? സോണിക്ക് കയറിച്ചാവുന്നു. അവിടെ തന്നങ്ങാൻ നിൽക്കുന്ന ആ തടിയനെ കണ്ട അവിടെ ഇരുന്ന് സ്കോപ്പ് ചെയ്ത് എൻ്റെ തല അടിച്ച് പൊളിച്ചു പോയാണ്. എന്ത്
പുറകെ കൂടെ വരാം നിൻ്റെ അഡ് ഒന്ന് പോടേ എന്ത് കാണിക്കുവോ സേഴ്സ്യൂൺ ഈ ശൃംഗി ആ സമാധാനമായി ഈ കളിയും പോയി ഓൻ്റെ എംബിപ്പൊട്ടിയോ നമുക്ക് ഇവന്മാരെല്ലാം ചത്തു കഴിഞ്ഞിറങ്ങാം ഇല്ലെങ്കിൽ ഇവന്മാരുണ്ടല്ലോ റിവൈവ് അടിക്കുന്നതിലൊന്നും അടിക്കത്തില്ല ഞാൻ നോക്കി ഇവന്മാർ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം ഇവിടെ വിളിക്കണ്ടേ ഇവിടെ വിളിക്കാം ഒരുത്തൻ നോക്കായി രണ്ടാമത്തെ നോക്കായി നാലാമത്തെ നോക്കായി അങ്ങനെ നമുക്ക് കളിക്കാൻ ഒരു കളിയുണ്ട് നിൽക്കൊന്ന് അല്ലെങ്കിൽ ഇപ്പം തന്നെ പോയി നോക്കാവും ഞാൻ എത്ര സ്ഥാനത്ത് നോക്കട്ടെ ലാസ്റ്റാ ഇത് ഈ തവണ എങ്കിലും ഒരു ഏസ് എടുക്കണം ഇവന്മാർ ചാ ഞാൻ ഇരിക്കും രണ്ടുപേരിപ്പനോ എടാ പോള കളി എടുക്കട്ടെ ഞാൻ ഒരു കുഞ്ഞാപ്പിനെ അവിടെ നോക്കിയിട്ടുണ്ട് നീ മെഡി അത് വലിക്കുന്നോ ഒന്ന് വിളിക്കൂ അങ്ങനെ അടുത്ത മെഡി വലിക്കുന്നുണ്ട് അതിൻ്റെ ചേറിന് അടുത്ത മെഡിയും വലിക്കും അകത്തോടൊരുത്തൻ കയറി വന്നുണ്ടാ കണ്ടോ നീയും തീർന്നു എല്ലാം തീർന്നു നോക്കിട്ടാ ചത്ര ട്രിപ്പിൾ ടേക്ക് ഡൗൺ എൻ്റെ ഏസ് പോയി ഞാൻ അത്രേ ഉള്ളൂ എന്താ എന്നെ കളിപ്പിക്കുമല്ലോ നീ എന്നോട് കളിക്കാൻ വരുന്ന എന്നോട് മുട്ടി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അടിക്ക് മൂന്നോട് ചളയും അടിച്ചടിച്ചിട്ടുണ്ട് ഒരു ക്ലാസ് കൂടെ നമ്മൾ കളിക്കും അതുകൊണ്ട് നമ്മളിത് ഈ ചാലഞ്ച് ഫിനിഷ് ആക്കും നമുക്കൊരു ഏസ് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ഈ ഏസ് എടുക്കാൻ പറ്റുന്നില്ലടാ ഏസ് എടുക്കാൻ പറ്റുന്നില്ല വലിയ കഷ്ടമാണ് കേസത് അവിടെ ഞാൻ ഒരു കില്ലെടുക്കാൻ പോകുമ്പോൾ അമ്മമാർ ആ കില്ലെടുത്തോണ്ട് പോകും ഞാൻ ഉള്ളപ്പോൾ ഇവന്മാർ നല്ല കളിക്കത്തില്ല ഞാൻ ഇല്ലാത്ത ഇവന്മാർ നല്ല കളിക്കും ഒഴിച്ചെടുക്കാം എൻ്റെ പുറകെ വന്നൊരു കുഞ്ഞാപ്പില്ലേ അപ്പനെ അവിടെ നോക്കിയിട്ടാ അപ്പൻ എന്നെ അടിക്കാൻ നോക്കി കാശ് എന്താ പുറകെ നടിക്കുന്നോ എന്നാ ഞാൻ പൊളിക്കും എന്താ എൻ്റെ നോക്കി പൊക്കിയവൻ എന്നാ നീ നരകിച്ചു ചാവട്ടെ എൻ്റെ നോക്ക് പൊക്കിയ വയസ്സ് അവൻ ഈ കളി എടുക്കല്ലേ എടാ തോക്ക് ഈ കളി തോക്ക് എടാ ഞാനും കൂടെ വന്നിട്ട് ഈ കളി എടുക്കാൻ മതി ഈ കളി തോറ്റോ മര്യാദക്ക് തോറ്റില്ലേ ഞാൻ പിടിച്ചിരിക്കുക അവിടെ ഇതെന്ത് കഷ്ടമാണ് അടിച്ചോ അങ്ങനെ അടിച്ചോ അതേ രാമൊക്കെ നട്ടോല് കയറി ചോ സോണിക്ക് വെച്ചോ വിഷ്ണുകുമാരൻ എത്ര പേരുണ്ടാവുക ഒരാൾ ഇത് കളി എടുക്കത്തില്ല എടാ ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കി ഒരാൾ ചാവടാ വിഷ്ണുകുമാരനെ തട്ടി വിഷ്ണുകുമാരനെ നോക്കിയിടാൻ വേണ്ടി ഇതെല്ലാം കൂടെ കയറി വന്നു ടീം ഫുള്ള് കയറി വന്നു ആ പാവത്തിന് അടിച്ച് നോക്കിട്ടാ ഇങ്ങോട്ടിടാ അവൻ്റെ ടീമേറ്ററുണ്ട് ഓ ബ്രോ അവിടെ വിഷയം അടുത്ത കളി എടുക്കാം പോയി അവിടെ എൻ്റെ ഞാൻ എത്ര സ്ഥാനത്തായി ഞാൻ പോടാ ഞാൻ ടീം പാത്തില്ല കണ്ട 3 സ്ഥാനത്തായി ഇനി ഈ കളി നമ്മൾ ഈ ചാലഞ്ച് ഇതോടെ അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇനി നമ്മളൊരു കളിയും കൂടെ ചുമ്മാ കളിക്കുന്നുണ്ട് അതിന് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം ഹെഡോ എന്തുകൊണ്ടും ചെയ്യാം
കളി നമ്മൾ ഈസ പിന്നെ വരുന്നില്ല. അതൊരു ബഗ്ഗായിരുന്നു എനിക്ക് ഉറപ്പാ. വാദം അല്ല നൂബ്. ഇവൻ്റെ ബണ്ടിൽ എന്തുവാ ഇത്? നൂബ് എന്ന് പറയാൻ പറ്റത്തില്ല. പെണ്ണ് നൂബ് നൂബ്. ഇവൻ ചിലപ്പോൾ സെറ്റ് വഴി എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഇവൻ ചിലപ്പോൾ എന്തെങ്കിലും കേസൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നൂബുകൾ നല്ലോണം കളിക്കും കേട്ടോ. നൂബായതുകൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് കളിക്കും. വന്ന് പോയി ചത്തോ. ഒരുത്തനെ ഞാൻ റിവൈവ് അടിക്കത്തില്ല കേട്ടോ. ഇനി എന്നാൽ വയ്യാതെ റിവൈവ് അടി. എല്ലാം കൂടെ കളിച്ച് നശിപ്പിക്കുകയും എല്ലാ നൂബും വന്ന് നശിപ്പിക്കുകയും. കട്ടാനെന്ത് വെട്ടുന്നു. കളി ഹാക്കറല്ല പോലെ ഹാക്കറൊന്നുമില്ല. നിന്റെ കില്ല് പൊക്കി. കില്ലിയുടെ കില്ല് പൊക്കി. ഇത് 100 രൂപയാ? എനിക്ക് മിനിയൂസിന് നല്ല കളി അറിയാം. എനിക്ക് എന്ത് വേണ്ട ഏഴവളിയും കൊണ്ട് ഞാൻ ഏസ് എടുത്തിരിക്കും. 90യോ? ഇവൻ നല്ല കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളിച്ചിട്ടുണ്ട്. ലാഗടിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടിച്ചടി. അവിടെ നോക്ക്. അതൊരു നോക്ക്. ഒരു നോക്ക്. പോടി ഞാൻ നിന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എൻ്റെ നോക്കല്ലേ അത്? പിന്നെ എന്തിനാടാ ഞാനതെടുത്തത്? MP5 ലെവൽ 1 കിട്ടിയില്ല. അതുകൊണ്ട് സന്തോഷം. അതുകൊണ്ട് ഞാൻ സെറ്റായി. MP5 ലെവൽ 1 കിട്ടിയതുകൊണ്ട് മാത്രം. അവൻ്റെ കില്ല് നൈസിന് കളിയെടുത്താ ഒരു ഇങ്ങോട്ട് ഇട്ടോ. പക്ഷേ ഇങ്ങോട്ടൊരു സമയം കിട്ടില്ല. 25,000 രൂപ സെറ്റ് എല്ലാം സെറ്റ്. അതെല്ലാം സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഈ കളി ഞാൻ എടുത്തോളാം. ഇനി ഞാൻ കളി എടുത്തോളാം മക്കളെ. ഇനി ഒരുത്തനും പേടിക്കണം. ഒരുത്തനും വരത്തില്ല. നമ്മളെ രണ്ടാമത്തെ കളി നമ്മൾ എടുത്തിരിക്കും മക്കളെ. നമ്മളവിടെ രണ്ടാമത്തെ കളി എടുക്കാൻ പോണ. അവന്മാരെടുക്കത്തില്ലടാ. അവിടെ എന്തുവാ ഈ കാണിക്കുന്നേ? എന്നെ ഹോമരിടുന്നടാ. ഒരു 150 കൊടുത്ത് അവനെ നോക്കിട്ട് നോക്കിട്ട് ഈ ഇരട്ടകൾക്ക് ഒരു നോക്കിട്ട് കൊടുക്കട്ടെ. ഈ ഇരട്ടകളെ തീർക്കട്ടെ. ഒരുത്തന് 150 അവനെ അവിടെ നോക്കിട്ട്. അതെൻ്റെ ഇല്ലേ? എൻ്റെ ഈസ് പോയി. കണ്ട കുറേ എണ്ണങ്ങളുണ്ട് ഏസ് കളയാൻ വേണ്ടിയിരിക്കുന്ന. ഇങ്ങനെ നോക്കിയിരിക്കും ഏസ് കളയണമെന്ന്. എന്നിട്ട് വന്ന് ഏസും കളയും. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇടിച്ച് മൂന്ന് പൊളിക്കണം. അവൻ്റെ ഇടിച്ച് മൂന്ന് പൊളിഞ്ഞ് ഇടിച്ച് വട ഇടിയൊക്കെ മറ. പക്ഷെ പോട്ട് എൻ്റെ പുറകെ ആരും വന്നില്ലേ. എൻ്റെ പുറകെ ആരും വന്ന് എൻ്റെ കില്ല് കുമ്മണ്ട. അങ്ങനെ ഇനി ഞാൻ എല്ലാവരും ഒരു ഏസ് തന്നെ എടുക്കും. ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചാടി ഇറങ്ങിക്കോ. അമാരയിലൂടെ അതിലൂടെ പോയ ഒരു കുഞ്ഞാപ്പന അവിടെ കണ്ട്. 150 എടുത്ത് അവിടെ നോക്കിട്ട്. അവിടെ ഇവനെന്താ ആക്കറാ? ഒരുത്തനെ അവിടെ ഇട്ട് അവനെ നോക്കിട്ട്. അവിടെ ഒന്ന് കില്ല് ഫിനിഷാക്കണം. എൻ്റെ കില്ല് പൊക്കല്. ഭാഗ്യം എൻ്റെ കില്ല് പോയില്ലല്ലോ. എൻ്റെ കില്ലൊന്ന് നോക്കാം. എൻ്റെ കില്ലൊന്ന് കളഞ്ഞടാ. എൻ്റെ കില്ലടേ അവിടെ കിടക്കുന്നടാ. നോക്കുന്നു നശിപ്പി.
ഓടാ അങ്ങോട്ട് എണീറ്റ് കളിക്കാൻ അറിയത്തില്ല. എൻ്റെ നോക്കൊന്ന് കളയടാ. ഇത് പൊക്കിയെന്ന് തോന്നുന്നു അവനെ. കഷ്ടപ്പെട്ട് അത് എടുത്തേ ആ 1v4 സിറ്റുവേഷൻ. ചാവടാ കണ്ട എൻ്റെ കില്ല് പൊക്കി. കണ്ട എൻ്റെ കില്ല് പൊക്കി. വാശിനോട് ഒളിച്ചിരുന്ന് വെടിവെളി ചെയ്യില്ലേ. ചാവടാ. കൊള്ളാം. ട്രിപ്പിൾ ടേക്ക് ഡൗണാ. ഷടാ എനിക്കൊരു ഈസ് ആടാ. അത് നേരെ ഞെക്കി പിടിച്ചൊരു ഈസ് അടിക്കാൻ പറ്റുമോ നോക്കാം. വിത്ത് പരാഫൽ പരാഫലുണ്ട്. ഞെക്കി പിടിച്ചൊരു ഈസ് എടുക്കാൻ പറ്റുമോ നോക്കാം. പരാഫലോണ്ട് എപ്പോഴൊക്കെയോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 വട്ടോ 2 വട്ടോ കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വരാൻ പറ്റും. കണ്ട അടി കിട്ടി. അവൻ്റെ ഹെഡ് എടുക്കും. ഇവിടെ എൻ്റെ കില്ല് നടക്കത്തില്ല. എടാ കില്ലൊന്ന് പൊക്കടാ. ഓക്കെ, ഒരു നോക്കിട്ട് ഭാഗ്യം അങ്ങനെ ഒരു നോക്കെങ്കിലും ഇട്ടല്ല. എന്നിട്ട് മടി കളിക്കാം. അവനെ അങ്ങ് തീർത്തേക്ക്. അവൻ അവിടെ ഒരു ഹെഡ് അടിച്ച് അവനെ ഹെഡ് ഇട്ടിട്ടുണ്ട്. ബുയ ഓടാ. ഞാൻ കളിക്കതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കില്ലും എന്താ മാറുമെന്ന് ഞാൻ കളിക്കാറില്ല. എൻ്റെ കൂടെ കളിക്കുന്ന ഒരെണ്ണം കൂടെ കളിച്ചാൽ നമുക്ക് ഈ കളി എടുത്തു. കളിച്ചിട്ട് നമുക്ക് ഈ കളി എടുക്കാം. പക്ഷെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ആരും എനിക്ക് ലൈക്ക് പോലും തരുന്നില്ല. എന്ത് ഗൈസ്, നിങ്ങളോട് എന്നെ ചോദിക്കുക എന്ത് എനിക്ക് തരാത്ത ലൈക്ക്? എനിക്ക് എന്താ തരാത്തൊന്നും നിങ്ങളോട് എന്നെ ചോദിക്കുക. ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും തരാത്ത എന്താ? എനിക്ക് നല്ല വിഷമമുണ്ട്. അത് ലൈക്ക് കരയും ഇപ്പോൾ ലൈക്ക് എന്തായാലും അടിക്കണം കേട്ടോ. ലൈക്ക് അടിച്ച് പൊളിച്ചേക്കണം. സബ്സ്ക്രൈബ് ബട്ടണും അങ്ങനെ തന്നെ ഒറ്റ അടിക്കാൻ പൊളിച്ചേക്കണം. അത് കയറി ചെന്നടിക്കാൻ വേണ്ടി ഈ കണ്ണല്ല നല്ലതല്ലേ ഷോട്ട്ഗൺ. ഈ ഗ്രാനിക്കകത്ത് അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ ഇരിക്കുന്ന നമ്മൾ ഈ ഗ്രാനി കളിച്ചിൻ്റെ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഇട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ഊഹം. കില്ല് പോയി, എല്ലാം പോയി. നോക്കോട്ട്. ഞാൻ മെടി കളിച്ചോട്ടെ. സമയം തരുമോ? ഈ കളി എടുത്തോ. ഈ കളി നിങ്ങൾ ഞാൻ എടുത്തോളാം. എന്നെ വെട്ടാൻ വരുന്ന വാടാ വെട്ടാൻ എന്നെ വെട്ടുമല്ലേ? വാടാ വന്നാൽ നമുക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണമല്ലോ. ഇവിടെ വെട്ടി ഞങ്ങളുടെ ടീമിൽ 3 പ്ലേസ്, അവന്മാരുടെ ടീമിൽ 4 പ്ലേസുവാ. ഇത് പറ്റത്തില്ല, നടക്കത്തില്ല. അവനടിയണം അവൻ തന്നെ. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ. കളിയെടുത്ത് ആദ്യം തന്നെ ഞാൻ വലിയ കുറച്ചെന്തെങ്കിലും ഒരു ഈസൊക്കെ എടുത്താനെ. പക്ഷെ ഇതൊരു ആദ്യം തന്നെ ട്രിപ്പിൾ ടേക്ക് ഡൗൺ. കൊള്ളാം. കൺഗ്രാജുലേഷൻസ്. നീ നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. പൊളിച്ച് നീ നല്ലോണം കളിക്കുന്നുണ്ട്. നീ വണ്ടാപ്രാന്നായിരിക്കും എൻ്റെ വീട്ടിൽ. എടുത്തോ. കളി എടുത്താൽ മതി. ഈ കളി ബുയ്യ എടുത്താൽ മതി. അത് മതി. നീ എന്ത് കളി എടുത്തോ, പക്ഷെ ഈ കളി ബുയ്യ കഴിക്കാം. നീ വെട്ടാനാണെങ്കിലേ ഞങ്ങളുടെ അടുത്ത് ഒരുത്തം വെട്ടാണ്ടാ.
ഞങ്ങളെ റഷ് ചെയ്ത് വിട്ടു. എടാ ഹെൽപ്പ് മീ ഈ വീടിൻ്റെ അകത്തുണ്ടാ വാട ഒന്ന്. ഇവിടെ ആരെയും ഒന്ന് റിവൈവ് അടിയാവാ. നിനക്ക് റിവൈവിൻ്റെ അർത്ഥം എന്തോ നിങ്ങൾ അറിയാവാ? ഒന്ന് വാട ഒന്ന് റിവൈവ് അടി. ഇല്ല നീ 1v4 സിറ്റുവേഷൻ ആവേ. ഒന്ന് റിവൈവ് അടിയാണ്. നിന്റെ താഴെ കിടപ്പുണ്ടാ ഞാൻ. ഒന്ന് വാട ഒന്ന്. ഓ കളി എടുത്തോ നീ. ഒറ്റയ്ക്കിരുന്ന് കളി എടുത്തോ കേട്ടോ. പുറകെ കൂടെ വരുന്നുണ്ട്. അവൻ്റെ ഐസ് അവൻ ഇപ്പോൾ ഐസ് എടുക്കുവേ. അവൻ ഐസ് എടുക്കുവേ. ലേസ് കളയല്ലേ മോനെ. ഐസ് കളഞ്ഞാൽ നിന്റെ ഐസ് പോവും. എടാ ഐസ് കളയല്ലോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഐസ് കളയല്ലോ നീ. എന്ത് കാരണവശാലും എടാ പോടാൻ കളിക്കാത്തവൻ. ഐസ് കളിയല്ലോ ഞാൻ പറഞ്ഞാൽ മതി. അവൻ ഐസ് കളഞ്ഞു. അവൻ്റെ കണ്ടോ നിന്റെ ഐസായിരുന്നു പോയി. സമാനമായല്ലോ പോയപ്പോൾ. ഒരു ഐസ് കളഞ്ഞപ്പോൾ നിനക്ക് എന്തൊരു ആശ്വാസം. എടാ എനിക്കൊരു ഏകപ്പെടുത്താൻ എടുത്തത് ആരെങ്കിലും ഇല്ല. ഏകപ്പെടുത്താൻ ഇല്ലടാ. കളി പോവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇക്കളി അമര് കൊണ്ടുപോയിരിക്കും ചിലപ്പം. അവസാനം എനിക്ക് വേണം കട്ടാനും വല്ലതും ആയിക്കാം. അവിടെ ഞാൻ എടുത്തോളാം. പ്ലീസ് വരല് അവിടെ എന്താ വരല്ലെന്ന് പറഞ്ഞപ്പം അടി അവിടെ വരുന്നു. അവിടെ നിന്ന് അടിയടാ ഒന്ന്. മര്യാദക്ക് അടിയടാ ഒന്ന്. രക്ഷിക്ക് ഞാൻ നോക്കാം. നീ എന്ത് കാണിക്കൂ വരുന്ന് റിവൈവ് അടിക്കാനുള്ളതിന്? ഉകിടടാ അവനെ. അത്രേ ഉള്ളൂ. എടാ ഇതെന്തുവാ? എടാ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഈസേ. അത്രേ ഉള്ളൂടാ. അത്രേ ഉള്ളൂ. ഒരുത്തം വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ കളി എടുത്തോ. ഏസ് എടുത്തോണേ. ഞാൻ ഫസ്റ്റ് ഇയറിൽ കുഴപ്പമില്ല. എൻ്റെ ടീമേറ്റ് കയറി മതി. അത്രേ ഉള്ളൂ. അടിച്ചോ. അത്ര ഇവിടെ വട്ടം കളിക്കല്ലേ. അത്ര ഉള്ളു. കളി എടുത്തോ. അത്ര ഉള്ളു. ഈസ് അത്ര ഉള്ളടാ. നമ്മളത്ര ഉള്ളു. ഏയ്സ് ആ ബ്രോ ഏത് പോയി അമ്പാടി പോയി. എടാ ബ്രോ അത്ര ഉള്ളു കേട്ടോ. അങ്ങനെ കളിച്ചോ. നമ്മളെ 3 പേര് ഉള്ളെന്ന് പറഞ്ഞാൽ അമ്മർക്ക് ഭയങ്കര ജാടയല്ലേ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഏസ് പ്ലേയേഴ്സാന്ന് അമ്മർക്ക് ഇപ്പോൾ അറിയട്ടെ. നമ്മൾ നീ എന്ത് കളി കളിക്കുന്നത്? എന്ത് കളിയാ സിന്ധു? സോറി നീ എന്നെ കളിക്കാൻ വന്ന. എനിക്കൊരു ഏസ് കിട്ടണ്ടേ. എനിക്ക് ഏസ് കിട്ടാതിരുന്നാൽ ഞാനൊരു മൊണ്ണയായിപ്പോ. ഞാൻ മൊണ്ണ പൊട്ടാൻ മണ്ട എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ. ഇങ്ങോട്ട് ആണാണെ ഇങ്ങോട്ട് വന്നെ അടിയാ. മെടി കളിക്കട്ടെ. അത്ര ലൈഫ് പോയി. വെള്ളത്തിൽ ഒരു തിരിപ്പുണ്ടേ. അവനെ അങ്ങ് തീർത്തേക്കാം. തീർക്കടാ അവനെ. ഇവിടെ ലാഗായി. ക്രോണടി കളി ജയിച്ചോ. അത്രേ ഉള്ളൂ. അവിടെ എനിക്കൊരു കില്ലില്ല. ഇത് ലാഗ് ഓടിക്കുന്നു. ഒരു വിട്ടൊക്കെ എടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തലയങ്ങ് അടിച്ചു വെച്ചു. ഒരാവശ്യം മരത്തില്ല ഉട്ട്പക്കറിൻ്റെ. എന്നാലും തലയടിച്ച് വിളിക്കാൻ നല്ല രസം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു തല അടിച്ചു. ഞാനൊരു ഒറ്റടി തല കിട്ടി ചത്ത്. ഉട്ട്പക്കർ 200. ഇതിൻ്റെ ഇടാമേ ഡെസേർട്ട് ഈഗിളിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഉട്ട്പക്കർ ഡെസേർട്ട് ഈഗിളുടെ അടുത്തൊക്കെ നിൽക്കും. ഉട്ട്പക്കർ എന്നാൽ ഡെസേർട്ടിനെ പൊട്ടിക്കും. ഡെസേർട്ട് ലീഗിൻ്റെ ഫാൻസിന് വിഷമമായെങ്കിൽ അവന്മാരെ 2 പേരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരുത്തരെ ഞാൻ നല്ല ഡൗൺ കൊടുത്ത്. അവരെ റിവൈവ് അടിക്കാൻ വേണ്ടി. ഓക്കെ കൊന്നക്കള തീർച്ചയായും
ഫസ്റ്റ് ഡൂം. അപ്പോൾ ഇവൻ ഇവിടെ തന്നെ കാണും. ഇവൻ്റെ കോട്ടയെ കയറി തപ്പിയ ഞാൻ പറഞ്ഞല്ലേ ഇവനെ കിട്ടും. അവിടെ എൻ്റെ കില്ല പോയിട്ട് ദേഷ്യം വരുന്നു. അപ്പോൾ ഇതിടത്തുള്ളൂ, കുറച്ച് ലോങ് ആയിപ്പോയി. അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.